ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂർ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കുഴിപ്പള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ തൊട്ടുമുന്നിലാണ്. ഇന്ന് അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. എങ്കിലും കുഴിപ്പള്ളിക്കാവ് ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് 3-4 വിവാഹങ്ങൾ നടത്തപ്പെടുന്നതായി അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് തന്നെ വനമോ എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ വൻമരങ്ങളും വള്ളിപ്പടർപ്പുകളുമെല്ലാം സംരക്ഷിച്ചു നിർത്തുവാൻ ക്ഷേത്ര ഭാരവാഹികൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നു. കുഴിപ്പള്ളിക്കാവ് എന്ന് പേര് വരുവാൻ കാരണം ഭൂനിരപ്പിൽ നിന്നും ഏകദേശം 20 അടിയോളം താഴ്ചയിലാണ് ഇവിടെ ശ്രീകോവിൽ നിലകൊള്ളുന്നത്. ശ്രീകോവിലിൽ ഭദ്രകാളിയും ബാലഭദ്രയും ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് യാഗമണ്ഡപമാണ്. ഇവിടെ മറ്റുള്ളവർക്ക് പ്രവേശനമില്ല. ഇതാണ് ഭദ്രകാളിയുടെ ശ്രീകോവിലിന് തൊട്ടു മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത്രയും അടുത്ത് കാണുവാൻ കഴിഞ്ഞത് തന്നെ വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ദേവിയുടെ മുന്നിൽ വച്ചിരിക്കുന്ന ഈ നാരങ്ങ, ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. വിവാഹം കഴിക്കാൻ സാധിക്കാത്ത യുവാക്കൾ ഇവിടുത്തെ പൂജാരികൾ നിർദ്ദേശപ്രകാരം 1, 3, 5, 7 എന്നീ ക്രമത്തിൽ നാരങ്ങ ദേവിയുടെ മുന്നിൽ വെച്ച് പൂജിച്ച ശേഷം 2ആയി മുറിച്ച് ഇവിടെ പിഴിഞ്ഞൊഴിച്ച് അകമ്പുറം തിരിച്ച ശേഷം എണ്ണയൊഴിച്ച് ഇവിടെ കത്തിച്ചു വെച്ചാൽ വിവാഹം മുതൽ ഉദ്ദിഷ്ട എന്ത് കാര്യവും സാധിക്കും എന്നാണ് ഇവിടെയുള്ള എല്ലാവരുടെയും അടിയുറച്ച വിശ്വാസം. ഇത് രാഹുൽ, ഇദ്ദേഹത്തിൻ്റെ വിവാഹമാണ് ഇവിടെ ആദ്യം നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വിവാഹത്തിന് മുൻപ് വരനെ വിവിധ ഇടങ്ങളിൽ വിവിധ മോഡലുകളിൽ നിർത്തി ഫോട്ടോ എടുക്കുവാനുള്ള തിരക്കിലാണ് ഫോട്ടോഗ്രാഫർമാർ. മണ്ഡപത്തിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. വരൻ്റെയും വധുവിൻ്റെയും ബന്ധുക്കൾ ചേർന്ന് മുഹൂർത്തത്തിന് മുൻപ് നിറപറയും നിലവിളക്കും കൊളുത്തുന്ന തിരക്കിലാണ് ബന്ധുക്കൾ. ഈ മണ്ഡപത്തിൽ ഇവിടെ ഒരു വിവാഹം നടന്നിരിക്കുന്നു. തൊടുപുഴയിലുള്ള രാഹുലിൻ്റെയും പെരുമ്പാവൂരിലുള്ള അഞ്ജനയുടെയും വിവാഹമാണ് നടന്നിട്ടുള്ളത്. ഇനിയും വിവാഹങ്ങൾ ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. മണ്ഡപത്തിൽ രാഹുലിൻ്റെ വിവാഹത്തിന് ശേഷം മറ്റൊരു വിവാഹം കൂടി നടന്നിരിക്കുന്നു. ഇനിയും 1-2 വിവാഹങ്ങൾ കൂടി നടക്കുവാനുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ബ്രഹ്മരക്ഷസും നാഗരാജാവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമുക്ക് അവിടെ എല്ലാം വലം വയ്ക്കുവാനുള്ള സൗകര്യങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, സർപ്പദോഷത്തിനും മറ്റു ദോഷങ്ങൾക്കുമായി ഇവിടെ പുള്ളുവൻ പാട്ടും സർപ്പപ്പാട്ടുമെല്ലാം നടത്തപ്പെടുന്നുണ്ട്. എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തി വയ്ക്കുക. എങ്കിൽ ഇനിയും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.